മക്കളെ, നമ്മുടെ CUT എക്സാമിനേഷൻ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ആപ്ലിക്കേഷൻസ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷനും മെയ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് ഡിസിഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഏത് സബ്ജക്ട് നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം, അതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജസ്, അങ്ങനെയുള്ള കുറെ ഡിസിഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇതിൽ കുറച്ച് പേരെങ്കിലും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ലൈക്ക് ബോട്ടണി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഇങ്ങനെയൊക്കെയുള്ള ഇൻക്ലൂഡിങ് ബയോളജി തന്നെ ഉണ്ട് സബ്ജക്റ്റ് ആയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡിഗ്രി കോഴ്സായിട്ട് പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ ഇതിനകത്ത് ഉണ്ടാകാം. അല്ലെങ്കിൽ ഭാവിയിൽ ആ മേഖലയിൽ റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാം. സോ അങ്ങനെയുള്ളവർ സാധാരണഗതിയിൽ ചൂസ് ചെയ്യേണ്ട ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി, ഏതിന് വേണം പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്പർ 1, 2, 3 ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഒരു ടോപ്പ് 5 യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജിയിലാണ് ഇനി നിങ്ങളുടെ ഭാവി നിങ്ങൾ കാണുന്നതെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ UG PG ഒക്കെ നിങ്ങൾ ബോട്ടണിയിലോ സുവോളജിയിലോ ലൈഫ് സയൻസിലോ അല്ലെങ്കിൽ ബയോളജിയിലോ ഒക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ഈ ഒരു സബ്ജക്ട് കോംബോയിൽ വരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ ഓഫ് കോഴ്സ് ഇതിൽ ആദ്യം വരുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. സോ ഡൽഹി യൂണിവേഴ്സിറ്റി ലൈഫ് സയൻസ് മേഖലയിൽ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ വളരെ ടോപ്പായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഓഫ് കോഴ്സ് മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക ടോപ്പായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടെ ഈ പറയുന്ന കോഴ്സുകൾക്ക് വളരെയധികം നല്ല ടീച്ചേഴ്സ്, സ്റ്റാഫ്സും അതുപോലെ ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ജാമിയ അഹമ്മദ് യൂണിവേഴ്സിറ്റി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ ഈ ഒരു സബ്ജക്റ്റുകളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. സോ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് മേക്കപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. സോ ഓരോ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം നമ്മളെപ്പോഴും യൂണിവേഴ്സിറ്റി സെലക്ഷൻസ് വേണ്ടത്. അപ്പോൾ ഓരോ സബ്ജക്ട്സിന്റെ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ബയോളജിയുടെ ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ കവർ ചെയ്തത്. ഇതുപോലുള്ള ഓരോ സബ്ജക്റ്റിനും ഏത് യൂണിവേഴ്സിറ്റികളാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങൾ എടുക്കാൻ പോകുന്ന സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. സോ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും മക്കളെ. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.